എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കുള്ള സംശയങ്ങൾ തീർക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. ആർക്കൊക്കെയാണ് ഈ മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെൻറ്റ് ബാധകമായിട്ടുള്ളത്, അതിനകത്ത് അതെങ്ങനെ ചെക്ക് ചെയ്യണം, എങ്ങനെ അതിനകത്ത് അഡ്മിഷൻ എടുക്കണമെന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് +1 പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് പരമാവധി വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ 1ാം അലോട്ട്മെൻറ്റ്, 2ാം അലോട്ട്മെൻറ്റ്, അതിനുശേഷം 3ാം അലോട്ട്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ഈ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ വീഡിയോ വളരെ പ്രയോജനകരമായിരുന്നു എന്ന് കുട്ടികൾ അതുപോലെ രക്ഷിതാക്കളൊക്കെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ അതുപോലെ തന്നെ ഈ 3ാമത്തെ അലോട്ട്മെൻറ്റ് ആർക്കാണ് ബാധകം? അത് ഇപ്പോൾ 1ാമത്തെയോ 2ാമത്തെയോ അലോട്ട്മെൻറ്റിനകത്ത് സ്ഥിരപ്രവേശനം ഏതെങ്കിലും സ്കൂളിനകത്ത് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ബാധകമല്ല. ശ്രദ്ധിക്കുക, സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ബാധകമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു ജില്ലയിൽ സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ട്, മറ്റൊരു ജില്ലയിൽ ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റു ജില്ലകളിൽ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്, നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ബാധകമല്ല. മറ്റ് 2ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ താൽക്കാലികമായിട്ട് നിങ്ങൾ നേരത്തെ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 3ാമത്തെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത് നേരത്തെ തന്നെയാണ്. കാൻഡിഡേറ്റ് ലോഗിൻ HSCAP എന്ന് പറയുന്ന DHSCയുടെ HSCAP എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാസ്വേഡും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ ഇത്തവണ താൽക്കാലിക പ്രവേശനം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 3ാമത്തെ അലോട്ട്മെന്റ് അവസാനത്തെ അലോട്ട്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾ സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ, ഇവിടെ താൽക്കാലിക പ്രവേശനമില്ല. അപ്പൊ നേരത്തെ താൽക്കാലിക പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് ചേരണം. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും ഒരേ സ്കൂളിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 2ാമത്തെ അലോട്ട്മെന്റിൽ അവിടെ പോകേണ്ടതില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥിരമായി അവിടെയാണ്, അതേ സ്കൂളിനകത്താണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ പോയി സ്ഥിരപ്രവേശനം ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റ് സ്കൂളുകൾക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നേരത്തെ താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിനകത്ത് പോയി അവിടെ നിങ്ങൾ TCയും സർട്ടിഫിക്കറ്റുകളും ഒക്കെ വാങ്ങി നിങ്ങൾ പുതുതായിട്ട് പ്രവേശനം ലഭിച്ച സ്കൂളിനകത്ത് സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, 3ാമതായിട്ട് ഒരു കാര്യം, ഇതുവരെ പ്രവേശനത്തിന് അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിനകത്ത് നിങ്ങൾ പുതുതായിട്ട് പോയിട്ട് സ്ഥിരപ്രവേശനം നേടുക എന്നുള്ളതാണ് 3ാമത്തെ വിഭാഗക്കാരെ ഉദ്ദേശിച്ച് പറയാനുള്ളത്. അപ്പോൾ നേരത്തെ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി സ്കൂളിനകത്ത് ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പോകേണ്ടത്. 6ാം തീയതി ജൂലൈ 6 ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് പോവാണ് വേണ്ടത്. ഇപ്പോൾ സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളടക്കം ഈ ദിനം ആണ് +1 ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനായിട്ട് പോകേണ്ടത്. ഇനി മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത്, ഈ 3ാമത്തെ അലോട്ട്മെന്റിലും പ്രവേശനം ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ചില കുട്ടികൾക്ക് ചിലപ്പോൾ 3ാമത്തെ അലോട്ട്മെന്റിലും നോ അലോട്ട്മെന്റ് എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അടുത്ത ഘട്ടം പ്രവേശന നടപടികളുടെ 2ാം ഘട്ടം അല്പ ദിവസത്തിനകം തന്നെ ആരംഭിക്കും. അതായത് അടുത്ത ആഴ്ചയോടുകൂടി അത് ആരംഭിക്കുമ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നാണ് അതിന് പറയുക. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾക്ക്
പ്രവേശനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നേരത്തെ കൊടുത്ത അപേക്ഷ പുതുക്കി നൽകാം. അവിടെ ഒഴിവുകളുടെ എണ്ണം ഏതൊക്കെ സ്കൂളിനകത്ത് ഓരോ ജില്ലയിലുമുള്ള സ്കൂളുകളുടെ ഒഴിവുകൾ കൃത്യമായിട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒഴിവിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവേശനത്തിന് അപേക്ഷ നിങ്ങൾ നേരത്തെ കൊടുത്തതാണെങ്കിൽ അപേക്ഷ നിങ്ങൾക്ക് അവിടെ ആ അപേക്ഷ നിങ്ങൾക്ക് ഒന്നുകൂടി അവിടെ റിന്യൂ ചെയ്യാം. മറ്റൊന്ന്, ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അപേക്ഷ നൽകുകയും ആ ഘട്ടത്തിൽ ചെയ്യാം. മറ്റൊന്ന്, നേരത്തെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രവേശനം, അതായത് അപേക്ഷയിൽ നമ്മൾ തെറ്റായ വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ തെറ്റായ വിവരം കൊടുത്തിട്ടുള്ളവർ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരവും ഈ പറയുന്നത് പോലെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കൃത്യമായിട്ട് നേരത്തെ ഇപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിരാശരാവേണ്ടതില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും എന്ന കാര്യവും ഓർമ്മിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ സ്ഥിരപ്രവേശനം ഈ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ നേടുന്ന വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞു മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സ്ഥിരപ്രവേശനം മാത്രമേ ഉള്ളൂ, നമുക്കിനി താൽക്കാലിക പ്രവേശനം ഇല്ല. അപ്പോൾ ഇവിടെ സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളുകളല്ല ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ ഒരു അവസരമുണ്ട്. സ്കൂൾ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ച കോമ്പിനേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് ഈ പറഞ്ഞ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമാണ് ഇത്തവണ ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ച സ്കൂളിനകത്ത് നിങ്ങൾ പോകണം, അവിടെ നിങ്ങൾ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ തുടരണം. ഒപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഒഴിവുകൾക്കനുസരിച്ച് ഇതുപോലെ തന്നെ ഓൺലൈനിൽ കൊടുത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കാവുന്നതാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ അലോട്ട്മെന്റ് ഏറെ നിർണായകമാണ്. നിങ്ങൾ കൃത്യമായി പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിനകത്ത് നിങ്ങളിപ്പോൾ സ്ഥിര പ്രവേശനം നേടണം എന്നത് മാത്രമാണ് ഈ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളുകൾ ചിലപ്പോൾ ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇപ്പം ലഭിച്ച സ്കൂളുകൾ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ ഏറ്റവും മികച്ചതായി പഠിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇനി വരുന്ന +2 കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പം പ്രവേശനം ലഭിച്ച സ്കൂളുകൾ പുതിയ സ്കൂളുകളായിരിക്കും, പുതിയ കൂട്ടുകാർ, പുതിയ പാഠ്യ വിഷയങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ, അതുപോലെ സ്കൂൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. അതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇപ്പോൾ ഉദ്ദേശിച്ച സ്കൂളിനകത്ത് ലഭിക്കാത്തവർ നിരാശരാവേണ്ടതില്ല. ഇനി ട്രാൻസ്ഫറിന്റെ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഒപ്പം തന്നെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിരാശരാവേണ്ടതില്ല. സപ്ലിമെന്ററിയുടെ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാം. മൂന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾ സ്ഥിര പ്രവേശനം നേടണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി.